ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. കുറച്ചധികം ദിവസങ്ങളായി നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഏതൊരു വീഡിയോ വരുന്ന സമയത്തും ഈ രീതിയിലാണ് ഞാൻ തുടങ്ങുന്നത് എന്ന് എനിക്കറിയാം. എങ്കിലും അറിയാതെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെന്ന് തോന്നി. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിപ്പോൾ ഒരു കൺഫ്യൂഷനിലുണ്ടാവും. ചില ആളുകളെങ്കിലും കുറേ ആളുകൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നെങ്കിൽ ആ തീരുമാനത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുക. ഇനി അല്ല, കൺഫ്യൂഷനുള്ള ആളുകൾക്ക് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ഒരു സയൻസ്, അതായത് മെഡിക്കൽ മേഖല ഇഷ്ടമില്ലാത്ത ഒരാളാണ് എങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്താ പറയുക, ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമല്ല, നഴ്സ് ആവണമെന്ന് ആഗ്രഹമല്ല, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് ഒന്നും പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇതന്നെ തിരിച്ചും സംഭവിക്കാം. മെഡിക്കൽ മേഖലകളൊക്കെ ഇഷ്ടമുണ്ട്, സയൻസ് ഒക്കെ എടുക്കണം, പക്ഷേ എനിക്ക് എഞ്ചിനീയറൊക്കെ ആകാൻ ആഗ്രഹം, പക്ഷേ എനിക്ക് ബയോളജി ഒക്കെ ഇഷ്ടമാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോ സയൻസ് എടുത്തതിന് ശേഷം +2 ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാവുന്നതാണ്, എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകാവുന്നതാണ്. അതിലൊന്നും ഒരു തടസ്സവുമില്ല. ബയോളജി സയൻസ് എടുത്താൽ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതാൻ പറ്റും, നിങ്ങൾക്ക് JEE എക്സാം ഇതിൻ്റെ കൂടെ തന്നെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് JEE എക്സാം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, നീറ്റ് എക്സാം എഴുതാൻ യോഗ്യതയില്ല എന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനത്തിലേക്ക് എത്താം. ബയോ സയൻസ് എപ്പോഴും ഒരു പടി മുന്നിലാണെങ്കിൽ പോലും കമ്പ്യൂട്ടർ സയൻസിൻ്റെ സാധ്യതകൾ അനന്തമാണ്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ജോബുകളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സയൻസ് മേഖല, ഏത് മേഖല, ബയോ മേഖലയിൽ വരെ നമ്മുടെ ഈ AI സിസ്റ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് മുന്നോട്ട് പോവേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ബെസ്റ്റ് ഓപ്ഷനാണ്. എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒരുപാട് നമ്മുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ചിട്ടുള്ള കോഴ്സുകളൊക്കെ ഇനി നിങ്ങൾക്ക് നിങ്ങളൊക്കെ പഠിച്ച് കുറച്ചുകൂടി മുന്നോട്ടെത്തുമ്പോഴേക്കും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ അവിടേക്കൊക്കെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷേ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ബയോ സയൻസ് ആവട്ടെ കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ, നിങ്ങൾ ഏറ്റവും മികച്ച റിസൾട്ടുള്ള സ്കൂളുകളിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ മാർക്ക് എല്ലാം ഗണ്യമായി കുറയാനും നിങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏറ്റവും മികച്ച റിസൾട്ടുള്ള സ്കൂൾ ഏതെന്ന് അന്വേഷിച്ചുകൊണ്ട് ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് +1 അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. നിങ്ങൾ കൂടുതൽ ആളുകൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോകൾ വരെ അപ്ലോഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ പ്രിയപ്പെട്ട മക്കളെ, ബയോ സയൻസിനും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിനും എപ്പോഴും പ്രയോറിറ്റി സെയിം ആണ്. എന്നാൽ ബയോ സയൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് JEEയും നീറ്റും എക്സാം എഴുതാൻ പറ്റും. അതായത് കൺഫ്യൂഷനാണ്, എനിക്ക് നീറ്റ് എക്സാം എഴുതണോ, ഒരു മെഡിക്കൽ മേഖലയിലേക്ക് പോകണോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകണോ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ബയോ സയൻസ് എടുത്തോളൂ. കാരണം ബയോ സയൻസ് എടുത്താൽ ഈ 2 എക്സാമുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. +2 ശേഷമാണ് നിങ്ങൾ അതിനെപ്പറ്റി തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബയോ സയൻസ് ആണ് ബെസ്റ്റ്. ഇനി അല്ല, എനിക്കൊരു എഞ്ചിനീയർ ആയേ തീരുള്ളൂ, എനിക്കൊരു കമ്പ്യൂട്ടർ മേഖലയിലേക്ക് മാത്രം പോയാൽ മതി, എനിക്ക് മെഡിക്കൽ മേഖലകൾ താല്പര്യമില്ല എന്ന് നിങ്ങൾക്ക് ഉറച്ചൊരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യാം. ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഇതിൽ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ +1ലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈലം ലേണിംഗ്.